ആത്മാവ് യഥാർത്ഥത്തിൽ പരിശുദ്ധാത്മാവാണ്. എല്ലാ മതഗ്രന്ഥങ്ങളിലും അത് തന്നെയാണ് പറയുന്നത്. ആത്മാവിന് ഈ ലോകത്തിലെ ഒരു മാലിന്യങ്ങളും ബാധിക്കുന്നില്ല. അതിന് പ്രഭുപാദ്ജി ഒരു ഉദാഹരണം നൽകുന്നുണ്ട്. മഴ പെയ്യുന്ന സമയത്ത് മഴതുള്ളി പരിശുദ്ധമാണ്. പക്ഷെ അത് ഭൂമിയിലുള്ള ചെളിയുമായിട്ട് പുരണ്ട് അതുമായിട്ട് മിക്സ് ആകുമ്പോഴാണ് അത് ചെളിവെള്ളമാകുന്നത്. യഥാർത്ഥത്തിൽ കാർമേഘത്തിൽ നിന്ന് വരുന്ന വെള്ളം പരിശുദ്ധമാണ്. അതേപോലെ തന്നെ നമ്മൾ ജീവാത്മാവ് ഭഗവാന്റെ ലോകത്തു നിന്ന് വരുമ്പോൾ പരിശുദ്ധമാണ്. പക്ഷെ ഈ ഭൗതിക ലോകത്തെ ചെളിയാകുന്ന ത്രിഗുണങ്ങളുമായിട്ട് ബന്ധപ്പെടുമ്പോഴാണ് നമ്മളല്ല എന്ന് തോന്നുന്നത്. യഥാർത്ഥ ആത്മാവല്ലാതെ വേറെ എന്തോ ആണെന്ന് തോന്നുന്നു. ഈ ശരീരവും മനസ്സും ആകുന്ന ആ ചെളിയായിട്ട് നമ്മൾ ആത്മാവ് മിക്സ് ആകുമ്പോഴാണ് പ്രശ്നം. അത് എങ്ങനെ മിക്സ് ആവുന്നു? നമ്മുടെ ആഗ്രഹത്തിനനുസരിച്ച്, നമ്മുടെ ബോധമനുസരിച്ച്. നമ്മൾ ശരീരത്തിലൂടെ ആസ്വാദനം കണ്ടെത്താൻ ശ്രമിക്കുമ്പോൾ നമ്മൾ ശരീരമായിട്ട് കണക്ട് ആയി. ഈ മനസ്സിലൂടെ മാത്രം ചിന്തിക്കുകയും മനസ്സിലൂടെ വരുന്ന ചിന്തകളാണ് എൻ്റെ തീരുമാനങ്ങൾ എന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മൾ മനസ്സുമായിട്ട് കണക്റ്റഡ് ആയി. എന്നാൽ ഈ ശരീരത്തെയും മനസ്സിനെയും നമുക്ക് എങ്ങനെ ഇതിൽ നിന്ന് ഡിസ്കണക്റ്റഡ് ആകാൻ പറ്റും? ആത്മീയ കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുക.